ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവ സംരംഭകന് CPM മർദ്ദനം. ഏലക്ക വ്യാപാരിയായ അനീഷ് കുമാറിനാണ് മർദ്ദനം ഏറ്റത്. പ്രാദേശിക CPM നേതാവ് മുരുകന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമുണ്ടായത്. അക്രമികൾ വാഹനവും അടിച്ചു തകർത്തിട്ടുണ്ട്. CPM ഏരിയ സെക്രട്ടറി സുനിൽ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണമെന്നാണ് ആരോപണം. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. സുബിൻ, എന്താണ് സംഭവിച്ചത്? യുവ സംരംഭകനാണ്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് യുവ സംരംഭകരുടെ കച്ചവടം പൂട്ടിക്കുന്ന CPMന്റെ ഒരു സ്ഥിര പരിപാടി. പക്ഷേ ഇപ്പോൾ അവരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിക്രൂരമായ മർദ്ദനമാണോ? എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി? അനീഷ് കുമാറിനെ സംബന്ധിച്ച് നമ്മൾ അനീഷ് കുമാറിന്റെ വാർത്ത നേരത്തെ പങ്കുവച്ചിരുന്നതാണ്. അതായത് CPM ഭീഷണി നിലനിൽക്കുന്നതും അദ്ദേഹത്തിന്റെ വ്യാപാരം തകർക്കാൻ CPMലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ ഈ ഒരു വാർത്ത നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ അനീഷ് കുമാറിന് നേരെ CPM പ്രത്യക്ഷമായ അതിക്രമം നടത്തുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു അതിക്രമം ഉണ്ടാകുന്നത്. ഇന്നലെ ചില പാർട്ടി നേതാക്കൾ, അതായത് പ്രാദേശിക നേതാവായ ഉടുമ്പൻചോലയിലെ പ്രാദേശിക നേതാവായ മുരുകന്റെ നേതൃത്വത്തിൽ ഏതാനും പ്രവർത്തകരെത്തി അനീഷ് കുമാറിന്റെ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ CPMന്റെ കൊടി കുത്തിയിരുന്നു. പിന്നീടാണ് ഭീഷണി ഉയർത്തിയത്. അതായത് ഈ കൊടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മർദ്ദനമുണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ ബാക്കി തങ്ങൾ നോക്കും എന്നുള്ള ഒരു ഭീഷണി ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അനീഷ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസിൽ ഇക്കാര്യം വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്നലെ രാത്രി ഇദ്ദേഹത്തിന്റെ ഏലക്ക വ്യാപാരവുമായി ബന്ധപ്പെട്ട പണമിടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള യാത്രക്കിടെയാണ് ഈ CPM നേതാക്കൾ, അതായത് മുരുകന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം തടഞ്ഞു നിർത്തുകയും അനീഷ് കുമാറിനെ മർദ്ദിക്കുകയും ചെയ്തത്. അനീഷ് കുമാറിന്റെ മുഖത്തും കൈക്കുമെല്ലാം തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്. കല്ലുകൊണ്ട് ഇടിക്കുകയായിരുന്നുവെന്നാണ് അനീഷ് കുമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ വാഹനവും ഈ അക്രമികൾ അടിച്ചു തകർത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്ത അവസ്ഥയിലുമാണ്. ക്രൂരമായ ആക്രമണമാണ് അനീഷ് കുമാർ നേരിട്ടത്. മുഖത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിലൊക്കെ തുടരുക. നമുക്കിപ്പം ഏലക്ക വ്യാപാരിയായ അനീഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. അനീഷ് കുമാർ തത്സമയം ചേരുന്നുണ്ട്. അനീഷ്, അതിക്രൂരമായ മർദ്ദനം എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത് അനീഷ്? അതായത് ഏകദേശം ഒരു 7:30-8 മണിയോടുകൂടി ഈ പറഞ്ഞ ആക്രമിച്ച മുരുകൻ എന്ന് പറയുന്ന കക്ഷിയും ശശി എന്ന് പറയുന്ന കക്ഷിയും കൂടെ വന്ന് വാതക്കൽ കൊടി കുത്തിയായിരുന്നു. പാർട്ടിയുടെ പരിപാടിയുടെ കൊടിയാണെന്ന് തോന്നുന്നു. അപ്പൊ വാതക്കൽ നിൽക്കുന്ന എന്നോട് മുരുകൻ പറഞ്ഞു, ഈ കൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചാഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും അകത്തോട്ട് കയറിപ്പോയി. ഏകദേശം ഒരു 10 മണിയോടുകൂടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കാനായിട്ട് അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള മാട്ടുത്താവളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു കയറി വരുന്ന ഒരു 10:30 സമയത്തോടുകൂടി 30 ഏക്കർ വെച്ചാണ് ഗ്ലാസിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് മൂക്കിനിട്ടിടിക്കുകയും കൈ ഇടിച്ച് ചതയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് പെട്ടെന്ന് മുന്നോട്ട് പോവുമായിരുന്നു. അപ്പൊ ബ്ലഡ് ഭയങ്കരമായിട്ട് ഒലിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോയില്ല. കാര്യം എന്ന് വെച്ചാൽ പോലീസിനെ 2-3 തവണ ഈ കൊടി കുത്തിയതിന്റെ ഇൻഫർമേഷൻ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് യാതൊരുവിധ റെസ്പോൺസും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുകയും അവിടുന്ന് നെടുങ്കണ്ടം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അനീഷ്, ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ഭീഷണികളൊക്കെ നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പോലീസിൽ സഹായം തേടുന്നില്ലേ, പരാതി നൽകുന്നില്ലേ അനീഷ്? അല്ല, തീർച്ചയായിട്ടും മാഡം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2-3 തവണ പറയുന്നുണ്ട് ആക്രമണം വരും, അനീഷ് സൂക്ഷിച്ചു നിൽക്കണമെന്ന് CA സാറും SI സാറും വന്ന് ഈ അടുത്ത് 2-3 ദിവസത്തേക്ക് മുമ്പ് എന്നോട് പറഞ്ഞു. ഏകദേശം 2026 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറിലാണ് ഞാൻ നിന്നിരുന്നത്. പോലീസ് ഓർഡർ ഇപ്പൊ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഓൾറെഡി അഡ്മിറ്റ് ആണ് ഹോസ്പിറ്റലിൽ. തീർച്ചയായും. അതായത് ഇപ്പോഴാണല്ലോ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ പോലീസ് എന്തെങ്കിലും പിന്നീട് നടപടികൾ സ്വീകരിച്ചോ? കാരണം അതിക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ടല്ലോ അനീഷിന്. അതിക്രൂരമായ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഇത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സുനിൽകുമാർ എന്റെ സ്ഥാപനത്തിൽ വരികയും എന്റെ ലോഡുകൾ മുടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് പിന്നെ ക്ഷേമനിധിക്കാരെ ഇടപെട്ട് അത് ക്ലിയർ ഒക്കെ ചെയ്തായിരുന്നു. അതിനുശേഷവും പുള്ളിക്കാരൻ പലരുടെ അടുത്തും എന്നെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. പാർട്ടി ഓഫീസ് വെച്ചും നിരവധി തവണ 2 തവണ ഭീഷണി മുഴക്കിയായിരുന്നു. വെട്ടും കുത്തും എന്നൊക്കെയുള്ള രീതിയിലാണ് മുഴക്കിയിരുന്നു. ഈ മുരുകൻ എന്ന് പറയുന്ന വ്യക്തി 2 ദിവസത്തേക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ വെച്ച് ചെറുതായിട്ട് എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതായത് അനീഷിന്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന തരത്തിൽ ഭീഷണി മുഴക്കിയിരുന്നവരാണ്. എന്തായാലും പോലീസ് തീർച്ചയായും പോലീസ് തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പോൾ?
ഇല്ല, തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇന്റിമേഷൻ എടുക്കാൻ വരുമെന്നാണ് പറയുന്നത്. ഇതുവരെ വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ DYSPയെ ബന്ധപ്പെട്ടു, സ്റ്റേഷനിലെ SIയെ ബന്ധപ്പെട്ടു. 3 വട്ടം ഇവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കൊടി ചരിയുന്നതിൽ പ്രശ്നമാക്കുമെന്നുള്ള രീതിയിലാണ് മുരുകൻ സംസാരിച്ചത്. അപ്പൊ ഈ കൊടിയുടെ ഫോട്ടോ നിങ്ങൾ വന്നൊന്ന് എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ CCTV ക്യാമറ ചുറ്റുവട്ടത്തിലോട്ട് പോലീസ് അവിടെ വന്നിട്ടേ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ പറയുന്ന സുനിൽകുമാർ എന്ന് പറയുന്ന കക്ഷിക്കാരൻ. ശരി, എന്തായാലും താങ്കൾക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി തന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞും അപലപിക്കുകയാണ്. ന്യായീകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തീർച്ചയായും തന്നെ ജീവൻ തന്നെ നഷ്ടമായേക്കുന്ന തരത്തിൽ ഇനിയും ഒരു പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പരസ്യമായി ജനം TVയോട് പ്രതികരിച്ചു. അപ്പോൾ വീണ്ടും ഈ പക്ഷേ പോലീസ് അതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. പ്രൊട്ടക്ഷനിൽ നിന്ന് വ്യക്തിയെയാണ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത് എന്നുള്ളതാണ്. കയ്യൂക്ക് കാട്ടേണ്ടത് സഖാക്കൾ ഇവിടെയല്ല എന്നാണ് പറയാനുള്ളത്. ഈ പാവങ്ങളെ മർദ്ദിച്ചുകൊണ്ടല്ല പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളുടെ കയ്യൂക്ക് കാണിക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ശിക്ഷാവിധികൾ സ്വയം ഏറ്റെടുക്കേണ്ട ആവശ്യവുമില്ല. ശിക്ഷ നടപ്പാക്കേണ്ടത് ഇവിടുത്തെ സഖാക്കളല്ല. ഇതിനിവിടെ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ഈ കയ്യൂക്ക് കാട്ടിയ സഖാക്കളെ കോടതിയും പോലീസും ഒക്കെ അവരുടേതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കേരള ഭരണകൂടമാണ് പോലീസ് കണ്ണുറന്നേ പറ്റൂ. തുടർ